ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് കെമിക്കൽ കൈനറ്റിക്സ്. ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ്. നിങ്ങൾ പലതരത്തിലുള്ള കെമിസ്ട്രികളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി എന്നെല്ലാം. അതിലെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ് ഈ കെമിക്കൽ കൈനറ്റിക്സ്. ആൻഡ് ദിസ് കെമിക്കൽ കൈനറ്റിക്സ് ആക്ച്വലി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് റിയാക്ഷൻ. അപ്പോ ഒരു റിയാക്ഷന്റെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു കെമിക്കൽ കൈനറ്റിക്സ്. ആൻഡ് ഓൾസോ ഇത് മാത്രമല്ല, ആൻഡ് ഓൾസോ ദി റിയാക്ഷൻ മെക്കാനിസം ആൻഡ് ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ദിസ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഓരോ കെമിക്കൽ റിയാക്ഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് ടെമ്പറേച്ചർ ആകാം, കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റിയാക്ടൻസിന്റെ നേച്ചർ ആകാം, സർഫസ് ഏരിയ ആവാം. അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പൊ അത്തരം ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം വഴിയെ നമ്മൾ പഠിക്കും. അത് മാത്രമല്ല, വി ഹാവ് ടു സ്റ്റഡി ദ റിയാക്ഷൻ മെക്കാനിസം ഇൻവോൾവ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻസ്. ഒരു റിയാക്ഷൻ തന്നെ ഒരു സ്റ്റെപ്പിലൂടെ നടക്കുന്നതുണ്ട്, പല പല സ്റ്റെപ്സിലൂടെ നടക്കുന്നതുണ്ട്. അതായത് മൾട്ടി സ്റ്റെപ്സ് റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത്തരം മൾട്ടി സ്റ്റെപ്സ് റിയാക്ഷൻസിന്റെ ഒക്കെ റിയാക്ഷൻ മെക്കാനിസം കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് കെമിക്കൽ കൈനറ്റിക്സ് നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് മൂന്ന് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. Second one, the factors influencing these chemical reactions. And the third one, the reaction mechanism. Okay. The branch of physical chemistry which deals with the study of the rate of reaction, the factors which influence them, and the reaction mechanism is called chemical kinetics. Okay. ഇനി കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക്സ് എന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇറ്റ് ഈസ് മൂവ്മെന്റ്. Actually, this word is derived from a Greek word kinesis. Kinesis എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് കൈനറ്റിക്സ് എന്ന വേർഡ് വരുന്നത്. കൈനറ്റിക്സ് മീൻസ് മൂവ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ മൂവ് ചെയ്യുന്നത് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇത്തരം പാർട്ടിക്കിൾസിന്റെ ഒരു കൊളീഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ഇനി വഴിയെ പഠിക്കൂ കേട്ടോ. ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ ഒരു കെമിസ്റ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കി എടുക്കേണ്ടത്? നമുക്കറിയാം, ഏതൊരു കെമിക്കൽ പ്രോസസ്സും എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾവേസ് അക്കംപനീഡ് ബൈ ദീസ് കെമിക്കൽ റിയാക്ഷൻസ്. ആൻഡ് ഫ്രം ദീസ് കെമിക്കൽ റിയാക്ഷൻസ് എ കെമിസ്റ്റ് വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ഫസ്റ്റ് വൺ, ദ ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ, വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓർ നോട്ട്, വെദർ ദ റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ് ഓർ നോട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നത് ഈ ഒരു തെർമോഡൈനാമിക്സ് എന്ന ശാഖയിലൂടെയാണ്. തെർമോഡൈനാമിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. That means from the delta G we can predict the spontaneity of a reaction. If it is negative, the reaction is feasible. If it is positive, the reaction will not take place. അപ്പൊ തെർമോഡൈനാമിക്സ് നമ്മൾക്ക് ഒരു റിയാക്ഷൻ സാധ്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിച്ചു തരും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ എത്രത്തോളം സമയം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു തരുന്നത് ഏതിലൂടെയാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇതെല്ലാം. പ്ലസ് വണ്ണില് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രം ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വി ക്യാൻ പ്രെഡിക്ട് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ, ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ, ആൻഡ് ഓൾസോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? അപ്പോ ഇക്വിലിബ്രിയം എന്നുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഒരു കെമിക്കൽ റിയാക്ഷൻ എത്രത്തോളം സമയം നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിപ്പിച്ചു തരാൻ. ഇനി ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഹൗ സ്പീഡിലി ദിസ് റിയാക്ഷൻ ഒക്കറിംഗ് എന്നുള്ളത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം സ്ലോ ആയിട്ടാണ് ഈ റിയാക്ഷൻ പോസിബിൾ ആവുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ തെർമോഡൈനാമിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇക്വിലിബ്രിയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. ദാറ്റ് മീൻസ് ഫ്രം ദിസ് കെമിക്കൽ കൈനറ്റിക്സ് വി ക്യാൻ ആക്ച്വലി ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഓർ ദ സ്പീഡ് ഓഫ് എ റിയാക്ഷൻ. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻസ് തന്നെ പലതരത്തിലുണ്ട് കേട്ടോ. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്.
അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഒരു മോഡറേറ്റ് ലെവലിൽ നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്. അതായത് വെരി വെരി ഫാസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്ഷണം പെട്ടെന്ന് തന്നെ, അതായത് രണ്ട് റിയാക്ടൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രോഡക്റ്റ് കിട്ടുക. ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ നമുക്ക് ആ റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള കേസുകളിൽ ഒന്നും തന്നെ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിലായിരിക്കും അവിടെ റിയാക്ഷൻസ് ഒക്കർ ചെയ്യുക. പിന്നെ നടക്കുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. വളരെ സ്ലോ ആയിട്ടുള്ള റിയാക്ഷൻ എക്സാമ്പിൾ ആണ് റസ്റ്റിംഗ് ഓഫ് അയൺ. നമ്മൾ കഴിഞ്ഞ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് തന്നെ റസ്റ്റിംഗ് ഓഫ് അയണിന്റെ മെക്കാനിസം പഠിച്ചതാണ്. അപ്പോ ഇരുമ്പ് തുരുമ്പാവാനായിട്ട് 1-2 ദിവസം കൊണ്ട് നടക്കുന്നതല്ല, അത് മാസങ്ങളുടെ പ്രൊസീജിയറാണ്, അത് കൊല്ലങ്ങൾ ചിലപ്പോൾ എടുത്തേക്കാം. അപ്പോ അങ്ങനെയുള്ള കേസുകളിലൊന്നും തന്നെ ഈ കെമിക്കൽ കൈനറ്റിക്സ് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കണ്ടുപിടിക്കാം, പക്ഷെ ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. കാരണം ഇത്രയും സമയം ലോങ് ഇന്റർവൽ ഓഫ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു റേറ്റ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോർമേഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞതും ഈ ഒരു സ്ലോ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇറ്റ് ടേക്സ് ടൈം അല്ലെ. അപ്പോ അതും അതിന്റെ കെമിക്കൽ കൈനറ്റിക്സ് ആയാലും നമുക്ക് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിൽ വരുന്നതാണ് ഈ മോഡറേറ്റ് റിയാക്ഷൻസ്. അപ്പൊ മോഡറേറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾസ് ആണ് ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച്, ഇൻവേർഷൻ ഓഫ് ഷുഗർ കെയിൻ പോലെയുള്ളത്. അപ്പോ ഇങ്ങനെയുള്ളതിന്റെ ഒക്കെ നമുക്ക് ഒരു നിശ്ചിത ടൈം ഇന്റർവെലിന്റെ ഉള്ളിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ വി ക്യാൻ കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, വി ക്യാൻ പ്രെഡിക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. നമ്മളിപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി എന്താണ് ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഫോർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, റേറ്റ് ഓഫ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് റിയാക്ഷനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെരി ഫാസ്റ്റ് റിയാക്ഷൻ, വെരി സ്ലോ റിയാക്ഷൻ ആൻഡ് മോഡറേറ്റ് റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ എന്താണ് റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ കാൻ ഇറ്റ് ബി ഡിഫൈൻഡ്? നോക്കൂ, it is defined as the change in concentration of any one of the reactants or the products in unit time. That means the rate of a reaction actually depends upon the concentration of the reactants or the concentration of the products with respect to time. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, ടൈം, ഇതൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധമാണ് റേറ്റ് എന്ന് പറയുന്നത്. So how can we determine the rate? Rate is equal to the change in concentration of reactants or the products to the time taken for the change. നമുക്കറിയാം, ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോ ഇനീഷ്യലി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് വിൽ ബി വെരി ഹൈ അല്ലെ. ആൻഡ് ആസ് ദ റിയാക്ഷൻ പ്രോഗ്രസസ്, വാട്ട് ഹാപ്പൻസ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്? നമ്മൾ എടുത്ത് അതേപോലെ തന്നെ ഉണ്ടായിരിക്കുമോ? ഇല്ല, അവിടെ കോൺസെൻട്രേഷനിൽ കുറവ് സംഭവിക്കും. എത്ര കോൺസെൻട്രേഷൻ ആണോ റിയാക്ടൻസിൽ കുറഞ്ഞു പോയത്, അത്ര കോൺസെൻട്രേഷന്റെ കൂടുതൽ പ്രോഡക്റ്റിൽ ഉണ്ടായിരിക്കും അല്ലെ. റിയാക്ടൻസ് എത്ര കൺസ്യൂം ചെയ്തുവോ അത്രയ്ക്ക് തന്നെ പ്രോഡക്റ്റ് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ ദർ വിൽ ബി എ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് വിത്ത് ദിസ് ടൈം, ആൻഡ് ഓൾസോ ദർ വിൽ ബി എൻ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോ സമയം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റിയാക്ടൻസ് കുറയുന്നു. ഈ സമയം കൊണ്ട് തന്നെ അവിടെ പ്രോഡക്റ്റ് കൂടി വരുന്നു. അപ്പൊ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് കെമിക്കൽ കൈനറ്റിക്സിൽ. നമുക്ക് സമയത്തിന് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല ഇവിടെ. ഓക്കെ, അപ്പോ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് റിയാക്ടൻസ് നമുക്ക് എങ്ങനെ പറയാം? നോർമലി വി ക്യാൻ സേ ദ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ടു ദ ടൈം ടേക്കൺ ഫോർ ദ ഡിക്രീസ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്ര കണ്ടു കുറഞ്ഞു എന്നുള്ളതും ആ ഒരു കുറവ് വരാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു എന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ റിയാക്ടൻസ്. സിമിലർലി വി ക്യാൻ ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രോഡക്ട്സ് ഓൾസോ. ഹൗ? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൽ എത്ര കണ്ട് ഈ കോൺസെൻട്രേഷൻ കൂടി, അതുപോലെ തന്നെ ഈ ഒരു ഇൻക്രീസിന് വേണ്ടി വന്ന സമയം എത്ര, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രോഡക്ട്സ് കിട്ടും. ഇത് ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിന്റെ ശരിക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരാൻ പോവാണ് കേട്ടോ. അപ്പൊ സമയത്തിന് പ്രസക്തിയുണ്ട്, കോൺസെൻട്രേഷനും പ്രസക്തിയുണ്ട്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ഒരു റിയാക്ഷനിലൂടെ കറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവാണ് കേട്ടോ.
ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. കൺസിഡർ എ റിയാക്ഷൻ ആർ ഗിവ്സ് പി. അതായത് ആർ എന്ന് പറയുന്നത് റിയാക്ടന്റ് ആണ്, പി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. ഇനി നമ്മൾ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് ടൈം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹിയർ ദ ടൈം ബി T1. അപ്പൊ T1 ടൈമില് നടക്കുന്ന റിയാക്ഷൻ ആണ്. T1 ടൈമില് ലെറ്റ് R1 ആൻഡ് P1 ബി ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് R ആൻഡ് പ്രോഡക്റ്റ് P. അതായത് T1 സമയത്തില് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറയുന്ന R1ഉം കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് P എന്ന് പറയുന്നത് P1 ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി as the time progresses, what happens? There comes a change in the concentration of the reactants, and at a time T2, let R2 be the concentration of the reactant R and P2 be the concentration of the product P. Okay, now what is the change in time? അപ്പൊ നമുക്ക് ഇവിടെ T1 ഉണ്ട്, T2 ഉണ്ട്. This is the final time and this is the initial time. അപ്പൊ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം ചെയ്ത് കഴിഞ്ഞാൽ we will get the delta T. Okay, T2 minus T1. Now, what is the change in the concentration of reactants? എങ്ങനെ കണ്ടുപിടിക്കാം? That is molar concentration of R2 minus molar concentration of R1. നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മോളാർ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്, അല്ലേ? അപ്പോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R1. ഇനി ഡെൽറ്റ പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P2 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P1. അപ്പൊ നമ്മൾ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നോ എന്താണ് ടൈം ചേഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ റിയാക്ടൻസ് ആസ് വെൽ ആസ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോഡക്ട്സ്. ഓക്കെ, what is the rate of the reactants or the rate of the disappearance of the reactant R? R എന്ന് പറയുന്നത് അവിടെ സ്പെസിഫൈ ചെയ്തെന്നുള്ളൂ. റിയാക്ടന്റ് നമ്മൾ കൊടുത്ത ജനറൽ റിയാക്ഷനിൽ R എന്നാണല്ലോ, അതുകൊണ്ട്. അപ്പോ ഡിസപ്പിയറൻസ് ആണ്. എന്തുകൊണ്ടാണ് ഡിസപ്പിയറൻസ് എന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്? അതായത് ഡ്യൂറിംഗ് എ റിയാക്ഷൻ ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഈസ് ഡിക്രീസിങ്, അല്ലെ? അതായത് റിയാക്ടൻസ് കൺസ്യൂം ചെയ്തു പോവുകയാണ്, അല്ലെ? അതുകൊണ്ടാണ് അവിടെ ഡിസപ്പിയറൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടന്റ് ഒക്കെ ഒരു പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അപ്പൊ ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി റേറ്റ് ഓഫ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. റേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ടൈം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് ഓർക്കുക. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. റേറ്റ് ഓഫ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആർ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതായത് ഇവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ടൈം ഇൻക്രീസ് ചെയ്യുന്തോറും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് നോക്കൂ. ഇറ്റ് ഈസ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R1. ദിസ് ഈസ് ദ ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. കഴിഞ്ഞിട്ടില്ല. ഈ ഒരു റേറ്റ് എഴുതുന്നതിന്റെ ഒപ്പം ഇതിന്റെ മുൻപിലായിട്ട് യു ഹാവ് ടു പുട്ട് എ നെഗറ്റീവ് സൈൻ ഇൻ ദ കേസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ടൻസ്. എന്തിനാണ് നമ്മൾ ഈ നെഗറ്റീവ് സൈൻ ഇടുന്നത് എന്നറിയാമോ? ഒരു റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കോൺസെൻട്രേഷൻ കുറയാണെന്നുള്ളത് മനസ്സിലായല്ലോ. സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കൂ. 10 മോള് വെച്ച് നമ്മൾ ഈ ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 10 മോള് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഇതൊരു 8 മോളായിട്ട് അവിടെ കുറഞ്ഞു. അപ്പൊ 10 മോളിൽ നിന്ന് 8 മോളായി കേട്ടോ. അപ്പൊ ഇനീഷ്യൽ ഉണ്ടായിരുന്നത് ഏതായിരുന്നു? 10 ആണ്. ഫൈനൽ ഉണ്ടായിരുന്നത് 8 ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് R1 എന്ന് പറയുമ്പോ ഇവിടെ 8 മൈനസ് 10/10 എന്നല്ലേ നമ്മൾ കൊടുക്കുക. 8 മൈനസ് 10 എന്ന് പറയുമ്പോ ഇവിടെ -2/10 അല്ലേ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/5. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കി റേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് വരുന്നതെന്നുള്ളത്. ഒരിക്കലും റേറ്റിന്റെ വാല്യൂ നെഗറ്റീവ് ആകാൻ പാടില്ല. അപ്പൊ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഒരു നെഗറ്റീവ് സൈൻ ഇടുന്നത്. ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മൈനസ് ഡെൽറ്റ
molar concentration of R divided by delta T. Okay, and this is the rate of disappearance of the reactant R, or this is the rate of reactant. Reaction rate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടന്റിന്റെ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് it is minus delta molar concentration of R divided by delta T. Okay, next rate of products അല്ലെങ്കിൽ എന്താ പറയാ rate of appearance of product P, and that is equal to increase in concentration of product P divided by time taken. And what is the increase in concentration? ഇങ്ങനെ കണ്ടുപിടിക്കുക, അതും ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ ആണ്. അപ്പോ P2 മൈനസ് P1 divided by delta T, and this is delta molar concentration of P divided by delta T, and this is a positive quantity. അപ്പോൾ ഇവിടെ അപ്പിയർ ചെയ്യുമ്പോൾ പ്ലസ്, ഡിസപ്പിയർ ചെയ്യുമ്പോൾ മൈനസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പൊ ഇതൊരു ഫിക്സഡ് ടൈം ഇന്റർവെല്ലിലാണ് ഈ ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. വി കൻ എക്സ്പ്രസ് ദിസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ദ ആവറേജ് റേറ്റ് ആൻഡ് ഓൾസോ ഇൻ ടേംസ് ഓഫ് ദി ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അത് എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലായല്ലോ. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡെൽറ്റ ടി, മൈനസ് സൈൻ ഇടാൻ മറക്കരുത്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ? The rate of decrease in concentration of reactants is same as the rate of increase in concentration of the product. എത്ര റിയാക്ടൻസ് കുറയുന്നുവോ അത്ര പ്രോഡക്റ്റിന്റെ റേറ്റ് കൂടിയിട്ടുണ്ടാവും. എത്ര കണ്ട് ഒരു റിയാക്ടന്റെ റേറ്റ് കുറയുന്നുവോ അത്ര കണ്ട് പ്രോഡക്റ്റിന്റെ റേറ്റ് കൂടുന്നതായിരിക്കും. അതാണ് ഈ ഒരു സെന്റൻസിലൂടെ മനസ്സിലാകേണ്ടത്. The rate of decrease in concentration of the reactants is same as the rate of increase in concentration of the product എന്ന് വെച്ചാൽ മൈനസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡെൽറ്റ ടി is equal to പ്ലസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് ഈ ഒരു സെന്റൻസിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി തെറ്റില്ലല്ലോ. ഡിസപ്പിയറൻസും അപ്പിയറൻസും ഒക്കെ, അപ്പിയറൻസ് ആവുമ്പോൾ പ്ലസ്, ഡിസപ്പിയറൻസ് ആവുമ്പോൾ മൈനസ്. ഓക്കെ, ക്ലിയർ? Now, unit of rate. അപ്പൊ റേറ്റിന്റെ യൂണിറ്റ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണ്, അല്ലെ? അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ? ഇറ്റ് ഈസ് മോൾ പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മോൾ ബൈ ലിറ്റർ സെക്കൻഡ് എന്നിങ്ങനെ എഴുതി മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് റേസ് ടു മൈനസ് 1, അല്ലെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് എസ് റേസ് ടു മൈനസ് 1 ഇങ്ങനെ എഴുതാം. ഇനി ഈ സെക്കൻഡ് റേസ് ടു മൈനസ് 1 അല്ലെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാം? മിനിറ്റ്സിൽ എഴുതാം. What is the unit of rate in terms of minute എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 മിനിറ്റ് റേസ് ടു മൈനസ് 1. അവറിന്റെ ബേസിസിലാണെങ്കിലോ മിനിറ്റിന് പകരം ഇവിടെ അവർ റേസ് ടു മൈനസ് 1 എന്ന് വരും. ഓക്കെ, ഗേഷ്യസ് റിയാക്ഷന്റെ കേസ് വരുമ്പോൾ യൂണിറ്റിൽ ചെറിയ മാറ്റം വരും. അവിടെ നമ്മൾ മോൾ ലിറ്റർ ഇൻവേഴ്സ് ഒന്നല്ല എഴുതുന്നത്. കാരണം എന്താ? അവിടെ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷർ എന്നാ കൊടുക്കുക. അപ്പൊ പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കൂടുതൽ പറയാ. അപ്പോ അറ്റ്മോസ്ഫിയർ സെക്കൻഡ് റേസ് ടു മൈനസ് 1 എന്നാണ് അങ്ങനെയുള്ള കേസുകളിൽ യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോ ഫോർ ഗേഷ്യസ് റിയാക്ഷൻസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ സെക്കൻഡ് റേസ് ടു മൈനസ് 1. ക്ലിയർ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, എന്താണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്നുള്ളത്. എങ്ങനെയാണ് ഒരു റിയാക്ടന്റിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതുന്നത്, ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ എഴുതുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും.
ഇനി ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ റേറ്റ് തന്നെ നമുക്ക് ആവറേജ് റേറ്റിലായിട്ടും ഇൻസ്റ്റന്റേനിയസ് റേറ്റിലായിട്ടും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ആവറേജ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആവറേജ് റേറ്റ് എന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് ദി പ്രോഡക്ട്സ് ബിറ്റ്വീൻ ദ ഫിക്സഡ് ഇന്റർവൽ ഓഫ് ടൈം. അതായത് നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെ, അതായത് നമ്മളൊരു ടൈം ഇന്റർവൽ വെച്ചു, ഒരു പെർട്ടിക്കുലർ ടൈം T1 തുടങ്ങി T2 അവസാനിച്ചു. ദാറ്റ് മീൻസ് ദ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് T2 മൈനസ് T1 ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി. ഈ ഒരു ഡെൽറ്റ ടി ടൈമിൽ വന്നിട്ടുള്ള ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഇൻ ദ റിയാക്ടൻസ് ആസ് വെൽ ആസ് ഇൻ ദ പ്രോഡക്റ്റ് എത്രയാണ്? അതാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഒരു ട്രൂ റേറ്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു റിയാക്ടന്റിന്റെ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കുമല്ലോ. എന്നാൽ സമയം പോകുന്നതിനനുസരിച്ച് ഈ കോൺസെൻട്രേഷനിൽ മാറ്റം വരികയാണ് അല്ലെ. അപ്പൊ നമ്മള് ആദ്യത്തെ 10 സെക്കൻഡിൽ എടുക്കുന്ന ഒരു റേറ്റ് ആയിരിക്കില്ല നമ്മളുടെ അവസാനത്തെ 10 മിനിറ്റിലോ അല്ലെങ്കിൽ 10 സെക്കൻഡിലോ എടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ വാരീസ്. കാരണം എന്താ? കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ഇനീഷ്യൽ ഉള്ള കോൺസെൻട്രേഷൻ അല്ല നമ്മൾ അവസാനത്തെ 10 സെക്കൻഡിൽ ഉണ്ടാവുന്ന ആ റിയാക്ടന്റിലുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലെ. അപ്പോ ആ കുറവിനനുസരിച്ച് തന്നെ ആ ഒരു റിയാക്ഷന്റെ റേറ്റിലും വ്യത്യാസം സംഭവിക്കാം. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഇന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വി ഹാവ് ടു ടേക്ക് ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ സമയത്ത് എത്രയാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ആവറേജ് റേറ്റ് എന്താണെന്ന് കണ്ടിട്ട് ഇൻസ്റ്റന്റേനിയസ് റേറ്റിലേക്ക് പോകാം. ഇനി ഈ ആവറേജ് റേറ്റിന്റെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, when the reaction rate is measured over a long time interval delta t. അതായത് ആ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വരുന്നത് ഒരു ടൈം ഇന്റർവെൽ വെച്ചിട്ടാണ്. അതൊരു ചിലപ്പോ 10 സെക്കൻഡോ ചിലപ്പോ 10 മിനിറ്റോ ചിലപ്പോ 1 അവറോ ആയേക്കാം ആ ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇന്റർവെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മളൊരു ഫിക്സഡ് ടൈം വെക്കുകയാണ്. ഒരു 10 സെക്കൻഡ്. 10 സെക്കൻഡിനുള്ളിൽ നടന്ന റിയാക്ഷൻ എത്ര? വീണ്ടും അടുത്ത 10 സെക്കൻഡ് നോക്കുകയാണ്. അങ്ങനെ ഓരോ 10 സെക്കൻഡുകളുടെ ഇടവേളകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഒരു ടൈം ഇന്റർവെൽ അവിടെ ഉണ്ട്, ഇറ്റ് ഇസ് ഫിക്സഡ്. ഓക്കെ, അപ്പോ ഈ ഒരു ടൈം ഇന്റർവെലിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ഇവിടുത്തെ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോ ആവറേജ് റേറ്റ് RAV എന്നാണ് നമ്മൾ എഴുതുന്നത്. R ആവറേജ് എന്നാണ് അതിന്റെ അർത്ഥം. That is equal to minus delta the molar concentration of R divided by delta T. ഇത് റിയാക്ടന്റിന്റെ കേസിലാണെങ്കിൽ പ്രോഡക്റ്റിന്റെ കേസിൽ വരുമ്പോ എന്താ വരിക? ഇറ്റ് ഈസ് പ്ലസ് ഡെൽറ്റ ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നതായിട്ട് വരും. ഒരു റിയാക്ഷന്റെ റേറ്റ് ആവറേജ് റേറ്റിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റിലൂടെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ആവറേജ് റേറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു കഴിഞ്ഞത്. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എടുക്കുന്ന റേറ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈം ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ടിയിലുള്ള റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഫസ്റ്റ് എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് INS എന്നാണ് എഴുതുന്നത് കേട്ടോ. ഇൻസ്റ്റന്റേനിയസ് എന്നാണ് അത് വായിക്കുക. അതായത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് മൈനസ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ DT. ഇതിന് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടന്റ് R എന്ന് പറയാം. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ദ അപ്പിയറൻസ് ഓഫ് ദി പ്രോഡക്റ്റ് P. അങ്ങനെയും പറയാം. ഇൻസ്റ്റന്റേനിയസ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ആവറേജ് റേറ്റ് എഴുതുന്നത് ഇങ്ങനെയാണല്ലോ അല്ലെ. ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് when it is approaches to 0, that means the time interval എന്ന് പറയുന്നത് വളരെ 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 ചെറുതായിരിക്കുക. അപ്പൊ അങ്ങനെ വളരെ ചെറുതായിരിക്കുമ്പോ അത് ഏതെങ്കിലും ഒരൊറ്റ ടൈം ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ DT എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ആവറേജ് റേറ്റ് പറയുമ്പോൾ നമ്മള്
ഡെൽറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പറയുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇത് എഴുതാനായിട്ട് അറിയണം. ഇങ്ങനെ ഓക്കെ, മൈനസ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി പ്ലസ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡി ടി. ഇതിന് ഞാൻ പറഞ്ഞു എങ്ങനെയും പറയാം. ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടന്റ് ആർ, ഇവിടെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് പി. ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മളൊരു ഗ്രാഫിലൂടെ എങ്ങനെ അത് മനസ്സിലാക്കാന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. A graph is plotted by taking concentration on the y-axis and the time along the x-axis. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. റിയാക്ടന്റെ കേസ് നമുക്കറിയാം, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ആൻഡ് വിത്ത് ഇൻക്രീസിംഗ് ടൈം ദ കോൺസെൻട്രേഷൻ ഡിക്രീസസ്. അപ്പൊ അതാണ് ഈ കർവ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. വിത്ത് ഇൻക്രീസിംഗ് ടൈം ദ കോൺസെൻട്രേഷൻ ഈസ് ഡിക്രീസിംഗ്. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ അത് ഈക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും. അറ്റ് ടൈം ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അത് ഈക്വിലിബ്രിയം സ്റ്റേജിലാണെന്ന് ഓർക്കുക. സാധാരണ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ട് എന്ന് പറയുന്നത് ഇനീഷ്യലി വളരെ കൂടുതലാവും. അപ്പോ അതുകൊണ്ടാണ് R1 എന്നിവിടെ എഴുതിയിട്ടുള്ളത്. കോൺസെൻട്രേഷൻ ഓഫ് R1 ആണിത്. ആൻഡ് at a time T1 the concentration is R1 and at a time T2 the concentration is R2 and the change in concentration is delta R. അല്ലെ, that is R2 minus R1 എന്നുള്ളതാണ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ആൻഡ് ടൈം ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡെൽറ്റ ടി. അപ്പൊ നമുക്ക് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. വി ഹാവ് ടു പുട്ട് എ നെഗറ്റീവ് സൈൻ. ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R by delta T that is equal to minus molar concentration of R2 minus molar concentration of R1 divided by T2 minus T1. അപ്പോ ഇതിലൂടെ നമുക്ക് ആവറേജ് റേറ്റ് കണക്കാക്കാൻ സാധിക്കുമല്ലോ. ഈ രണ്ട് കോൺസെൻട്രേഷൻ കിട്ടുക, ഈ ടൈമും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദി ആവറേജ് റേറ്റ്. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്നതും ഈ ഗ്രാഫിലൂടെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് വി ഹാവ് ടു ഡ്രോ എ ടാൻജന്റ് ഓൺ ദിസ് കർവ്. ഒരു ടാൻജന്റ് നമ്മൾ വരയ്ക്കുക. ഈ ടാൻജന്റ് രണ്ടറ്റം മുട്ടുന്ന ഭാഗത്ത് നമ്മളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിറ്റർമിൻ ദ സ്ലോപ്പ്. ആൻഡ് ദിസ് സ്ലോപ്പ് ആക്ച്വലി ഗിവ്സ് ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. അതായത് മൈനസ് ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു വാല്യൂയിലൂടെ നമുക്ക് ഇതിന്റെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നു. ഈ സ്ലോപ്പാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഗ്രാഫിന്റെ നെഗറ്റീവ് സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് താഴേക്കാണ്. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ഫോർ എ റിയാക്ടന്റിന് കിട്ടുക. ശ്രദ്ധിക്കുക, ഒരു റിയാക്ടന്റിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾവേസ് ബി നെഗറ്റീവ്. ഓക്കെ, ദെൻ പ്രോഡക്റ്റിന്റെ കേസ് എടുക്കുക. ഇവിടെയും പ്ലോട്ട് വരച്ചിട്ടുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. കോൺസെൻട്രേഷൻ ഓൺ ദി വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് ദി എക്സ് ആക്സിസ്. ഇതേപോലെ തന്നെ T1 ടൈമില് ലെറ്റ് ദ കോൺസെൻട്രേഷൻ ബി P1 ആൻഡ് അറ്റ് ടൈം T2 ദ കോൺസെൻട്രേഷൻ ബി P2 and P2 minus P1 is the delta P and T2 minus T1 is the delta T. We can easily calculate the average rate of a reaction, that is delta molar concentration of P by delta T, that is P2 minus P1 by T2 minus T1. P2 എന്ന് പറയുന്നത് is a molar concentration of P2 and P1 is a molar concentration of P1 by T2 minus T1. Okay, ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈം ടിയുടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ എ ടാൻജന്റ്. ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു, അതിന്റെ സ്ലോപ്പ് എടുത്തു. സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോ ഇത് പോസിറ്റീവ് ആണ്, ഇത് അപ്പോ ഡയറക്ഷനിലേക്കാണ്, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഗ്രാഫിക്കലി ഹൗ ക്യാൻ ബി ഡിറ്റർമിൻ ദി ആവറേജ് റേറ്റ് ആൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് of a chemical reaction. Clear ആയല്ലോ?
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താന്ന് കണ്ടു, അത് ആവറേജ് റേറ്റിലൂടെ എങ്ങനെ പറയാം, ഇൻസ്റ്റന്റേനിയസ് റേറ്റിലൂടെ എങ്ങനെ പറയാം എന്നൊക്കെ മനസ്സിലാക്കിയല്ലോ. ഇനി ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു റിയാക്ഷന്റെ റേറ്റ് എഴുതുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ, അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ജനറൽ റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. ഈ ജനറൽ റിയാക്ഷൻ എന്ന് പറയുന്നത് A moles of A plus B moles of B gives C moles of C plus D moles of D. ഇവിടെ സ്മോൾ ലെറ്റർ A B C D എന്നൊക്കെ പറയുന്നത് they are the stoichiometric coefficients. അതായത് നമ്മളിപ്പോ ഒരു ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ N2 plus 3H2 gives 2NH3. അവിടെ 3H2 എന്ന് പറയുമ്പോൾ 3 ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു കോഎഫിഷ്യന്റ് ഇല്ലാതെയൊക്കെ നമുക്ക് വന്നേക്കാം. അങ്ങനെയും ഇഷ്ടംപോലെ റിയാക്ഷൻസ് ഉണ്ടല്ലോ. ഇത്തരം കോഎഫിഷ്യൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് റിയാക്ഷൻസ് ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. ഇനി ഇപ്പൊ ഞാനിവിടെ ജനറൽ ആയിട്ട് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഉള്ള കേസാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ എഴുതുന്നത്? ഞാൻ രണ്ട് രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ആവറേജ് റേറ്റ് എഴുതുന്നതും ഒന്ന് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുന്നതും. നമ്മളെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എഴുതാം. ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് ചോദിക്കും ആവറേജ് റേറ്റിന്റെ രീതിയിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ചിലപ്പോ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ രൂപത്തിൽ എഴുതാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കോയിഫിഷ്യന്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ കോയിഫിഷ്യൻസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് വെക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, ഈ കോയിഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക. അതായത് -1/a. ഈ കോയിഫിഷ്യന്റ് ഡിനോമിനേറ്ററിൽ വരുമ്പോ നമ്മൾ 1/a എന്നല്ലേ എഴുതുക. ആൻഡ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് കാണിക്കുന്നത് ബൈ പുട്ടിംഗ് നെഗറ്റീവ് സൈൻ. അപ്പോ ഇവിടെ -1/a ഡെൽറ്റ ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ ഡെൽറ്റ D is equal to ചിഹ്നമാണ് ഇടേണ്ടത് കേട്ടോ. is equal to -1/b. ഈ b ആണ് നമ്മൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നത്. ഇൻറ്റു ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B ബൈ ഡെൽറ്റ T is equal to. അപ്പൊ ഈക്വൽ ടു ചിഹ്നം ഇടാൻ വേണ്ടി മറക്കരുത്. ഇനി 1/c, ഇവിടെ നിങ്ങൾക്ക് +1/c എന്ന് എഴുതാം, എഴുതിയില്ലെങ്കിലും വിരോധമില്ല. 1/c ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C ഡിവൈഡഡ് ബൈ ഡെൽറ്റ T 1/d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഈ രീതിയിൽ എഴുതുക. അത് ആവറേജ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് ആവുമ്പോൾ എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്യാപിറ്റൽ ഡെൽറ്റയ്ക്ക് പകരം സ്മോൾ ലെറ്റർ D എന്ന് എഴുതണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ഒക്കെ എഴുതുന്നത് അതേപോലെ തന്നെ മൈനസ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് കാണിക്കാനാണ്. ഇവിടെ പ്ലസ് ഇട്ടിട്ടുള്ളത് റേറ്റ് ഓഫ് അപ്പിയറൻസ് കാണിക്കാനാണ്. പ്രോഡക്റ്റ് ആവുമ്പോ അപ്പിയർ ചെയ്യും, റിയാക്ടന്റ് ആവുമ്പോ ഡിസപ്പിയർ ചെയ്യും. അപ്പൊ -1/a d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A ബൈ dt -1/b d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B ഡിവൈഡഡ് ബൈ dt +1/c. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പ്ലസ് ഇടാം, ഇടാതിരിക്കാം, പ്രശ്നമില്ല. 1/c d molar concentration of C divided by dt is equal to 1/d d molar concentration of D by dt. അപ്പൊ ഇത് ഒന്ന് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഈ ഒരു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എങ്ങനെ എഴുതുന്നു, അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് എങ്ങനെ എഴുതുന്നു എന്നൊക്കെ ഒന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ ഇവിടെ 3 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ റിയാക്ഷനുകളുടെ ഒക്കെ റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതുന്നത്, റേറ്റ് എഴുതുന്നത് എങ്ങനെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞല്ലോ എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ റേറ്റ് എഴുതാന്നുള്ളത്. നമുക്ക് ഇതിന്റെ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പോ എല്ലാതും സെയിം ആണ് കേട്ടോ. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഒക്കെ സെയിം ആണ്. റിയാക്ടന്റിലും പ്രോഡക്റ്റിലും ഒക്കെ ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുക, റേറ്റ് ഓഫ് റിയാക്ഷൻ. ഞാനിവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ രൂപത്തിലാണ് എഴുതുന്നത്. അതായത് സ്മോൾ ലെറ്റർ D കൊണ്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ റിയാക്ടന്റിന്റെ അല്ലേ ആദ്യം എഴുതുന്നത്. അപ്പൊ -d ഏതാണ് ഇവിടുത്തെ റിയാക്ടന്റ് ആദ്യത്തത്? മെർക്കുറി. അപ്പൊ നമ്മള് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ dt. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് മെർക്കുറി പ്രത്യേകം എടുത്ത് ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. ഓക്കെ. ഇനി ദിസ് ഇസ് ഈക്വൽ ടു
minus d molar concentration of Cl2 by dt. ഇതെന്താ? It is the rate of disappearance of Cl2 ആണ്. അപ്പൊ ഇത് പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുക. ഇനി നമുക്ക് പ്രോഡക്റ്റ് അല്ലേ എഴുതേണ്ടത്? എങ്ങനെ എഴുതുക? d molar concentration of mercurous chloride divided by dt. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്ലസ് ഇടാം, ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് HgCl2 ആണ്. പ്രത്യേകം ഓർക്കുക. ഇത് 2HI gives H2 plus I2 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ കോഎഫിഷ്യന്റ് ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ്. കാരണം ഹൈഡ്രജന്റെ കോൺസെൻട്രേഷന്റെ ഡബിൾ ആണ് ഹൈഡ്രജൻ അയോഡൈഡിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. അപ്പൊ അത് ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റോട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക ഇതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു നോക്കൂ -1/2 d molar concentration of HI divided by dt. Okay, this is the rate of disappearance of HI is equal to d molar concentration of H2 by dt is equal to d molar concentration of I2 divided by dt. Clear? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വളരെ ഈസിയാണ് കേട്ടോ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു -1/5 d എന്ന് പറഞ്ഞേ Br minus divided by dt is equal to d Br03 the molar concentration by dt is equal to -1/6. ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ. -1/6 molar concentration of H plus divided by dt is equal to 1/3 the molar concentration of Br2 by dt is equal to 1/3 d the molar concentration of H2O divided by dt. നല്ല രസമുണ്ടല്ലേ എഴുതാനായിട്ട്. ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ആൻസർ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എസ്പെഷ്യലി ഇന്നെടുത്ത ഭാഗത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഒന്ന് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്നും ഹൗ കാൻ വി എക്സ്പ്രസ് ദിസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നുള്ളതാണ്. പിന്നെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ റേറ്റ് എഴുതുന്നത്, ഈ രീതിയിൽ എഴുതുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഞാൻ പറഞ്ഞു തന്നതാണ്, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല, എന്നിരുന്നാലും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയില് ഒരു കിടിലൻ ടോപ്പിക് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.